ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഡെത്ത് നോട്ടിൻ്റെ 4ാമത്തെ എപ്പിസോഡുമായിട്ടാണ്. ഇതിന് തൊട്ട് മുമ്പുള്ള 3 എപ്പിസോഡുകൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ ലിങ്ക് നമ്മൾ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ? പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ റിയൂക്ക് ലൈറ്റിൻ്റെ അടുത്ത് ഒരു ഓഫർ വെക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ലൈറ്റിന് റിയൂക്കിൻ്റെ ഷിനിഗാമി കണ്ണ് കൊടുക്കാം, എന്നാൽ അതിന് പകരമായി ലൈറ്റിൻ്റെ ജീവൻ്റെ പകുതി നൽകണമെന്നായിരുന്നു ആ ഒരു ഡീൽ. അതിന് മറുപടിയായി ലൈറ്റ് പറയുന്നത്, ഞാൻ ഒരിക്കലും ഈ ഒരു ഡീലിന് അംഗീകരിക്കത്തില്ല റിയൂക്ക്. കാരണം എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എല്ലാ ദുഷ്ടന്മാരെയും നശിപ്പിച്ച് നല്ലൊരു ലോകമുണ്ടാക്കി ആ ലോകത്തിൻ്റെ ദൈവമായി ജീവിക്കുക എന്നുള്ളതാണ്. എൻ്റെ ജീവൻ്റെ പകുതി ഞാൻ നിനക്ക് തന്നാൽ ആ ലോകത്തിൽ ആദ്യം മരിക്കുന്ന വ്യക്തി ഞാനായിരിക്കും. എന്നിട്ട് അവിടെ മാറി കിടന്നുകൊണ്ട് ലൈറ്റ് പറയുകയാണ്, നീ ചിലപ്പോൾ നിന്റെ ചിറകാണ് എനിക്ക് ഓഫർ ചെയ്തതെങ്കിൽ ഞാൻ ചിലപ്പോൾ അത് സമ്മതിച്ചേനെ. അങ്ങനെ എൻ്റെ ലൈഫിൻ്റെ ഓരോന്ന് തന്ന് നിന്റെ എല്ലാ അവയവങ്ങളും ഞാൻ മേടിച്ചിട്ട് ഞാൻ തന്നെ ഒരു ഷിനിഗാമി ആയേനെ എന്ന് അവൻ തമാശയ്ക്ക് പറയുകയാണ്. അപ്പോൾ റിയൂക്ക് പറയാണ്, നീ ഷിനിഗാമി ആകേണ്ട കാര്യമൊന്നുമല്ല, നീ ഇപ്പോൾ ഒരു ഷിനിഗാമി തന്നെയാണ്. അപ്പോഴാണ് ലൈറ്റ് പറയുന്നത്, നീ എന്നെ ഷിനിഗാമി ആയിട്ടൊന്നും കമ്പയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. എനിക്ക് ഷിനിഗാമി ആകാൻ ഒട്ടും താല്പര്യമൊന്നുമില്ല. എനിക്ക് ഈ ലോകത്തെ നന്നാക്കണം, എന്നിട്ട് അതിൻ്റെ ദൈവമായി ജീവിക്കണം. ഇത്രയേ ഉള്ളൂ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നു. പെട്ടെന്നാണ് ലൈറ്റിനെ എന്തോ ഒന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്. അവൻ പെട്ടെന്ന് ലാപ്ടോപ്പ് തുറന്നിട്ട് റിയൂക്കിനോട് പറയാണ്, റിയൂക്ക്, എന്നെ പിന്തുടരുന്നതിനെ കണ്ടുപിടിക്കാൻ എനിക്കൊരു ഐഡിയ വന്നിട്ടുണ്ട്, പക്ഷേ അതിന് കുറച്ച് പരീക്ഷണങ്ങൾ ചെയ്യേണ്ടി വരുമെന്ന്. അപ്പോൾ റിയൂക്ക് ചോദിക്കുന്നുണ്ട്, എന്ത് പരീക്ഷണമാണ്? അതല്ല, നീ നാളെ കണ്ടാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പോലീസ് ചീഫിന് ഒരു കോൾ വരികയാണ്. പറയൂ, എന്താണ്? ഹാർട്ട് അറ്റാക്ക് കൊണ്ടല്ലേ ആൾ മരിച്ചത്. അപ്പോഴാണ് അപ്പുറത്ത് നിന്ന് ആൾ മറുപടി പറയുന്നത്, സർ, ഹാർട്ട് അറ്റാക്ക് കൊണ്ട് തന്നെയാണ് മരിച്ചിരിക്കുന്നത്, പക്ഷേ ഇപ്രാവശ്യം മരിച്ച 3 പേരും ചില പ്രത്യേകതയുണ്ട്. പെട്ടെന്നാണ് ചീഫ് ഞെട്ടുന്നത്. എന്താണ് നിങ്ങൾ പറയുന്നത്? എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് ഓപ്പോസിറ്റ് നിന്ന് ആൾ പറയുന്നത്, ആ മരണപ്പെട്ടവരിൽ ഒരാൾ ജയിലിൽ ചാടി ബാത്റൂമിൽ പോയാണ് മരണപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു വ്യക്തിയാവട്ടെ മരണപ്പെടുന്നതിന് മുമ്പായിട്ട് ഒരു സിംബൽ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. 3ാമത്തെ ആളാണെന്നുണ്ടെങ്കിൽ മരണപ്പെടുന്നതിന് മുമ്പായിട്ട് ഒരു കവിത എഴുതിയിരിക്കുന്നു. എന്നാൽ ആ കവിത വായിച്ചിട്ട് ആർക്കും ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് ചീഫ് പതർന്നത്. ചീഫ് ഉടനെ തന്നെ എല്ലിനെ കോൺടാക്ട് ചെയ്യാൻ പറയുകയാണ്. അങ്ങനെ വട്ടാരി എല്ലിനെ കണക്ട് ചെയ്യുന്നു. വട്ടാരി ഡീറ്റെയിൽസ് എല്ലാം എല്ലിന് കൊടുക്കുകയാണ്. ഇതൊക്കെ കണ്ട് ഒന്നും മനസ്സിലാകാതെ എല്ല് കുറച്ചു നേരം നിൽക്കുന്നു. പെട്ടെന്നാണ് എല്ലിനൊരു കാര്യം മനസ്സിലാവുന്നത്. കിരയ്ക്ക് മരണപ്പെടുന്ന ആളുകളുടെ സമയവും മരണകാരണവും മാത്രമല്ല, അവരുടെ പ്രവൃത്തികളെയും കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്ന് അവൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മരണപ്പെടുന്ന ആളുകളെ കൊണ്ട് എന്തോ പരീക്ഷണം അവൻ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ്. ഇങ്ങനെ മനുഷ്യന്മാരെ കൊന്ന് പരീക്ഷണം നടത്തുന്ന അവനെ വെറുതെ വിട്ടാൽ പാടില്ല. ഉടനെ തന്നെ അവനെ കണ്ടുപിടിക്കണം എന്ന് അവർ തീരുമാനിക്കുന്നു. കൂടാതെ ഈ മരണപ്പെട്ട 3 വ്യക്തികളുടെയും വിവരം പുറത്തു വിടരുതെന്ന് എല്ല് ചീഫിനോട് പറയുകയാണ്. കാരണം കിര ഈ മരണപ്പെട്ട വ്യക്തികളെ കൊണ്ട് ഒരു പരീക്ഷണം നടത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിവരം പുറത്തറിയുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ പരിഭ്രാന്തരാവും. മാത്രമല്ല, കിര അവൻ്റെ പരീക്ഷണങ്ങളിൽ വിജയിച്ചതായി അവൻ കണക്കാക്കുകയും ചെയ്യും. വീണ്ടും വീണ്ടും ഇങ്ങനെ പരീക്ഷണം ചെയ്യാൻ അവൻ തുനിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ മരണപ്പെട്ട 3 പേരും സാധാരണ ഹാർട്ട് അറ്റാക്ക് കൊണ്ട് തന്നെയാണ് മരണപ്പെട്ടതെന്ന് മാത്രം പുറത്തറിയിക്കാൻ പറയുകയാണ്. ഇതേ സമയം ലൈറ്റ് അച്ഛൻ്റെ ലാപ്ടോപ്പ് ഹാക്ക് ചെയ്തിട്ട് ഈ വിവരങ്ങളെല്ലാം അവൻ അറിഞ്ഞിരുന്നു. അപ്പോഴവൻ പറയുകയാണ്, എൻ്റെ പരീക്ഷണങ്ങളൊക്കെ പകുതി വിജയിച്ചിട്ടുണ്ട്. ഇത് കേട്ടുകൊണ്ട് റിയൂക്ക് അങ്ങോട്ട് വരികയാണ്. എന്താണ് നിന്റെ പരീക്ഷണങ്ങൾ? ഇനിയെങ്കിലും എന്നോട് പറഞ്ഞൂടെയെന്ന്. അപ്പോഴാണ് ലൈറ്റ് പറയുന്നത്, ഞാൻ ഇന്നലെ ഒരാൾ ബാത്റൂമിൽ പോയി മരിക്കണം എന്ന് എഴുതിയിരുന്നു. അയാൾ അതുപോലെ തന്നെ ബാത്റൂമിൽ പോയി ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിച്ചു. അടുത്ത വ്യക്തി സ്വന്തം രക്തം കൊണ്ട് ഒരു സിംബൽ വരച്ച് മരിക്കണമെന്നാണ് ഞാൻ എഴുതിയത്. അതും അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. വേറൊരു വ്യക്തി ഞാൻ എഴുതിയ കവിത അതുപോലെ എഴുതി മരിക്കണമെന്ന് പറഞ്ഞു. അയാളും അതുപോലെ തന്നെ മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പകുതി എക്സ്പെരിമെൻ്റ് ഇവിടെ വിജയിച്ചിട്ടുണ്ട്. എന്നാൽ എൻ്റെ മറ്റു കുറച്ച് പരീക്ഷണങ്ങൾ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരു ക്രിമിനൽ ജയിലിൽ ചാടി അവിടെ നിന്ന് 1 മണിക്കൂർ കൊണ്ട് ഈഫിൽ ടവറിൽ ചെന്ന് അതിൻ്റെ മുകളിൽ കയറി താഴേക്ക് ചാടി മരിക്കണമെന്നാണ് ഞാൻ എഴുതിയിരുന്നത്. എന്നാൽ 1 മണിക്കൂർ കൊണ്ട് ഒരു വ്യക്തിക്ക് ജപ്പാനിൽ നിന്നും ഈഫിൽ ടവറിൽ ചെല്ലാൻ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ പോകുന്ന വഴി മരണപ്പെട്ടു. അതുമാത്രമല്ല, വേറൊരു വ്യക്തി എല്ലിൻ്റെ മുഖം വരച്ചിട്ട് മരണപ്പെടണമെന്നാണ് ഞാൻ എഴുതിയിരുന്നത്. എന്നാൽ എല്ലിനെ ആരും കാണാത്തതുകൊണ്ട് തന്നെ അയാളും സാധാരണ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുകയാണ് ഉണ്ടായത്. ഈ ഡെത്ത് നോട്ട് കൊണ്ട് നടക്കാത്ത കാര്യങ്ങളുമുണ്ട്. അതായത് നമ്മുടെ ഇമാജിനറിയിലുള്ള കാര്യങ്ങൾ, അതുമാത്രമല്ല ഒട്ടും നടക്കില്ല എന്നുള്ള കാര്യങ്ങൾ ഒന്നും ഈ ഡെത്ത് നോട്ട് കൊണ്ട് സാധിക്കും. അവിടെ കണ്ടത് പിന്നെ നമ്മളെ കാണിക്കുന്നത് എല്ലിനെയാണ്. ആ മരണപ്പെട്ട 3 ആളുകളുടെ ഭാഗത്തു നിന്ന് കിട്ടിയ തെളിവുകളെല്ലാം അവൻ്റെ കമ്പ്യൂട്ടറിൽ നോക്കി നിൽക്കുന്നു. എന്താണ് കിര നീ ഉദ്ദേശിക്കുന്നത്?
ഇതിൽ നിന്നും നീ എനിക്ക് എന്തെങ്കിലും ക്ലൂ തരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ. പെട്ടെന്നാണ് അവന് എന്തോ ഒരു കാര്യം സ്ട്രൈക്ക് ആവുന്നത്. പിന്നെ നമ്മൾ കാണിക്കുന്നത് ലൈറ്റിനെയും റിയൂക്കിനെയും ആണ്. ലൈറ്റിന് ഒരു ഐഡിയ, എൻ്റെ പരീക്ഷണമെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഇനി അത് പ്രാവർത്തികമാക്കേണ്ട സമയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കമ്പ്യൂട്ടർ അവൻ ഓപ്പൺ ആക്കുന്നു. അതിനുശേഷം അതിൽ നിന്നും ഒരു ക്രിമിനലിൻ്റെ ഡീറ്റെയിൽസ് അവൻ എടുക്കുകയാണ്. ഇതാരാണെന്ന് റിയൂക്ക് ചോദിക്കുമ്പോൾ ഇവനൊരു ക്രിമിനലാണ്. കഴിഞ്ഞ ദിവസം ബാങ്ക് റോബറിക്കിടെ രക്ഷപ്പെടുന്നതിനിടയ്ക്ക് 3 പേരെ പരിക്കേൽപ്പിച്ചിട്ടാണ് അവൻ രക്ഷപ്പെട്ടതെന്ന് പറയുന്നു. അതിനുശേഷം അവനവൻ്റെ ഫോൺ എടുത്തിട്ട് അവൻ്റെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ വിളിക്കുന്നു. ഇന്ന് ശനിയാഴ്ചയല്ലേ, നമുക്കൊന്നൊരു ഡേറ്റിങ്ങിന് പോയാലോ എന്ന് പറയുകയാണ്. അങ്ങനെ അവർ ഡേറ്റിംഗ് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് എത്തുകയാണ്. ആ പെൺകുട്ടിയും അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് റിയൂക്ക് ചോദിക്കുന്നത്, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിന്നെ പിന്തുടരുന്ന ആളെ കണ്ടുപിടിക്കണമെന്നല്ലേ നീ പറഞ്ഞത്, എന്നിട്ട് നീ ഡേറ്റിങ്ങിനൊക്കെ പോവുകയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് അവൻ പറയുന്നത്, എന്നെ പിന്തുടരുന്ന ആളും ഞാൻ ഡേറ്റിങ്ങിനായിട്ടാണ് ഇവിടെ വന്നതെന്ന് വിചാരിക്കില്ലേ, അത് തന്നെയാണ് എനിക്ക് വേണ്ടതെന്ന് പറയുന്നു. റിയൂക്കിന് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ലൈറ്റ് പറയുന്നത്, നീ എന്തായാലും എൻ്റെ കൂടെ വാ, നിനക്കപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാകുമെന്ന്. അങ്ങനെ അവർ പതിയെ നടന്ന് മുമ്പോട്ട് പോവുകയാണ്. ഇവരെ പിന്തുടരുന്ന വ്യക്തി അവിടെ നിൽപ്പുണ്ടായിരുന്നു. അയാളെ നമ്മളെ കാണിക്കുകയാണ്. അയാളുടെ കയ്യിലെ നോട്ട് ബുക്ക് എടുത്തിട്ട് ലൈറ്റ് യാഗമി സാധാരണ പോലെ എല്ലാ ദിവസങ്ങളും സ്കൂളിൽ പോകുന്നു, വൈകിട്ട് വരുന്നു, പഠിക്കുന്നു. അതിനുശേഷം അവധി ദിവസങ്ങളിൽ ഇപ്പോൾ കാമുകിയായിട്ട് ഡേറ്റിങ്ങിന് പോവുകയാണ്. സംശയിക്കേണ്ടതായിട്ടുള്ള ഒന്നും അവനിൽ കാണുന്നില്ല എന്ന് എഴുതി അവൻ്റെ ഡയറി മടക്കി പോക്കറ്റ് വെക്കുന്നു. അങ്ങനെ ലൈറ്റ് ഒരു ബസ്സിൽ കയറുന്നു. അവനെ പിന്തുടർന്നുകൊണ്ട് ഈ വ്യക്തിയും ആ ബസ്സിൽ തന്നെ കയറുകയാണ്. ലൈറ്റിൻ്റെ തൊട്ടു പുറകിൽ അവൻ സീറ്റ് ഉറപ്പിക്കുന്നു. അങ്ങനെ ബസ് മുമ്പോട്ട് പോവുകയാണ്. ഒരു സ്റ്റോപ്പിലെത്തിയപ്പോഴേക്കും ഒരു വ്യക്തി അതിലേക്ക് കയറുകയാണ്. അത് ആ ക്രിമിനലായിരുന്നു. കയറി ഉടനെ തന്നെ അവൻ്റെ ഗണ്ണ് കാണിച്ച് ആ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുന്നു. ആരെങ്കിലും അനങ്ങാൻ ശ്രമിച്ചാൽ അവരെ ഞാൻ കൊന്നുകളയുമെന്ന് അവൻ പറയുകയാണ്. എന്നിട്ട് ആ ഒരു ബസ്സിലുണ്ടായിരുന്ന ഫോൺ ഉപയോഗിച്ച് അധികാരികളെ വിളിക്കുന്നു. ഇന്നലെ ഞാൻ കൊള്ളയടിക്കാൻ ശ്രമിച്ച ആ പണം മുഴുവൻ എനിക്ക് പറയുന്ന സ്ഥലത്ത് തന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ബസ്സിലുള്ള ആളുകളെയൊക്കെ ഞാൻ കൊന്നുകളയും. ഈ ബസ് ഞാനിപ്പോൾ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണെന്ന് പറയുകയാണ്. ഇത് കാണുന്ന ലൈറ്റിൻ്റെ കൂടെയുള്ള പെൺകുട്ടി ആകെ ഭയക്കുകയാണ്. അപ്പോഴാണ് ലൈറ്റ് തൻ്റെ ബുക്കിൽ, നീ പേടിക്കൊന്നും വേണ്ട, ഒരു അവസരം വന്നു കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ തോക്ക് ഞാൻ പിടിച്ചു വാങ്ങാമെന്ന് എഴുതി കാണിക്കുന്നത്. ഇത് കണ്ടുകൊണ്ട് പുറകെ അവനെ പിന്തുടരുന്ന വ്യക്തി ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ പതിയെ പറയണം, നിങ്ങൾ മണ്ടത്തരമൊന്നും കാണിക്കരുത്, അയാൾ എന്തു ചെയ്യുമെന്ന് ഒരിക്കലും അറിയില്ല, അയാൾ വലിയ അപകടകാരിയാണ് എന്ന് പറയുകയാണ്. അപ്പോഴാണ് ലൈറ്റ് പറയുന്നത്, ഇതൊക്കെ പറയാൻ നിങ്ങൾ ആരാണ്? നിങ്ങൾ ചിലപ്പോൾ അയാളുടെ കൂട്ടാളി തന്നെ ആയിരിക്കും. ഇതിനു മുമ്പ് പല സിനിമകളിലും പല ബുക്കുകളിലും ഞാനിത് വായിച്ചിട്ടുണ്ട്. ഒരാൾ ഒരു സ്ഥലത്ത് കൊള്ളയടിക്കാൻ കയറുന്നു, അയാളുടെ കൂട്ടാളികളെ തന്നെ അവിടെയുള്ള സാധാരണ ആൾക്കാരുടെ കൂട്ടത്തിൽ കയറ്റുകയാണ്. ആരെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൂട്ടാളി അവരെ ഒറ്റപ്പെടുത്തുകയും അവരെ കൊല്ലുകയും ചെയ്യും. ഇതൊക്കെ എനിക്ക് വളരെ നന്നായിട്ട് അറിയാം, നിങ്ങളും അയാളുടെ കൂട്ടാളിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ടും ലൈറ്റിനെ സംശയിക്കേണ്ടതായിട്ടുള്ള ഒന്നും കാണാത്തത് കൊണ്ട് തന്നെ അയാളുടെ സ്വന്തം ഐഡൻറ്റിറ്റി വ്യക്തമാക്കുകയാണ്. അയാളുടെ ഐഡൻറ്റിറ്റി കാർഡ് ലൈറ്റിൻ്റെ കയ്യിലായിട്ട് കൊടുക്കുന്നു. ഇതിൽ അയാളൊരു FBI ഏജൻ്റ് ആയിരുന്നു. അയാളുടെ ഐഡൻറ്റിറ്റി കാർഡ് കയ്യിൽ കിട്ടുമ്പോഴേക്കും ലൈറ്റിന് ഒരു വില്ലൻ ചിരിയുണ്ട്. അതായത് അയാളുടെ പേരും മുഖവും എല്ലാം ലൈറ്റിന് ഇപ്പോൾ അറിയാം. ഇനി അയാളെ കൊല്ലുക എന്നുള്ളത് വളരെ നിസ്സാരമാണ്. അങ്ങനെ ലൈറ്റിനോടായിട്ട് അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ അബദ്ധമൊന്നും കാണിക്കേണ്ട, ഒരു അവസരം വന്നാൽ ഞാൻ അയാളെ കീഴ്പ്പെടുത്തിക്കോളാം എന്നൊക്കെ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ ലൈറ്റ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പേപ്പർ കഷ്ണം താഴേക്ക് ഇടുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് എടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ ക്രിമിനൽ അത് കാണുകയാണ്. ലൈറ്റിൻ്റെ കയ്യിൽ നിന്നും അത് പിടിച്ചു വാങ്ങാനായിട്ട് അയാൾ വരുന്നു. ആ പോലീസുകാരൻ ആകെ ഭയന്നിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾക്കൊരു അവസരം വന്നാൽ ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങി അയാളെ കീഴ്പ്പെടുത്താമെന്ന് ലൈറ്റ് അവൻ്റെ കാമുകിക്ക് എഴുതി കാണിച്ച പേപ്പറാണോ എന്ന് അയാളത് വിചാരിക്കുകയാണ്. അങ്ങനെ ആ ക്രിമിനൽ ആ പേപ്പർ എടുത്ത് വായിച്ചു നോക്കുന്നു. അതിൽ ഇവർ ഡേറ്റിങ്ങിന് പോകുന്നതിനെ കുറിച്ചൊക്കെയാണ് എഴുതിയിരുന്നത്. ഈ പിള്ളേർക്ക് ഇത് തന്നെയാണോ പണി എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആ പേപ്പർ ചുരുട്ടി പുറത്തേക്ക് എറിയുന്നു. എന്നിട്ട് പതിയെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അയാൾ എന്തോ കണ്ട് ഭയക്കുന്നു. അയാളുടെ കണ്ണുകളൊക്കെ ചുവന്ന് വെളിയിലേക്ക് വരികയാണ്. കാരണം അയാൾ റിയൂക്കിനെ കണ്ടിരിക്കുകയാണ്. റിയൂക്കിനെ കണ്ട് അയാൾ ഭയക്കുകയാണ്. നീ എവിടെയാണ്? നീ ഇത്രയും നേരം ഇവിടെ എന്താണ് ഒളിച്ചിരുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അയാൾ ഭയക്കുന്നു. നീ എൻ്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ നിന്നെ ഷൂട്ട് ചെയ്യും എന്നൊക്കെ പറയണം. അപ്പോഴാണ് റിയൂക്കിന് ലൈറ്റിൻ്റെ ശരിയായ പ്ലാൻ മനസ്സിലാവുന്നത്. അവനെ താഴത്തിട്ടിരുന്നത് ഡെത്ത് നോട്ടിലുണ്ടായിരുന്ന പേപ്പറാണ്. ആ പേപ്പറിൽ തൊട്ടതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ഇപ്പോൾ ആ ഒരു റിയൂക്കിനെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നിട്ട് ആ ക്രിമിനൽ തൻ്റെ ഗണ്ണ് ഉപയോഗിച്ചിട്ട് റിയൂക്കിനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് റിയൂക്ക് പറയുന്നത്, നീ എന്നെ ഷൂട്ട് ചെയ്താലൊന്നും എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നീ ആ ഡെത്ത് നോട്ടിൻ്റെ പേപ്പറാണ് തൊട്ടത്, അതുകൊണ്ട് നിനക്കെന്നെ നന്നായി കാണാൻ സാധിക്കും. നീ എന്നെ ഷൂട്ട് ചെയ്തുകൊണ്ട് എനിക്കൊരു അപകടവും വരത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഷിനിഗാമിയാണ്, നിനക്കെന്നെ കൊല്ലാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പതിയെ മുമ്പോട്ട് നടക്കുകയാണ്. ആർക്കും തന്നെ റിയൂക്കിനെ കാണാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ FBI ഏജന്റ് വിചാരിക്കുന്നത് ആ ഒരു ക്രിമിനൽ തന്നെ നോക്കിയാണ് ഇത് പറയുന്നതെന്നും തൻ്റെ ഐഡൻറ്റിറ്റി അവന് മനസ്സിലായി എന്നുമാണ്. അങ്ങനെ പെട്ടെന്ന് തൻ്റെ കയ്യിരിക്കുന്ന ഗണ്ണെടുത്ത് അവനെതിരെ ഷൂട്ട് ചെയ്യുന്നു. പേടിച്ച അയാൾ ആ ബസ് നിർത്തിച്ചിട്ട് അവിടെ നിന്ന് ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ചാടി ഇറങ്ങുന്നത് ഒരു അതിവേഗം വന്നുകൊണ്ടിരുന്ന കാറിൻ്റെ മുമ്പിലേക്കാണ്. ആ കാറിടിച്ച് അയാൾ മരണപ്പെടുന്നു. അപ്പോഴേക്കും ലൈറ്റ് തൻ്റെ വാച്ച് നോക്കിയിട്ട് 11:45.
കൃത്യം സമയം എന്ന് പറയുകയാണ്. കാരണം ഇതെല്ലാം ലൈറ്റ് ഇന്നലെ പ്ലാൻ ചെയ്തതാണ്. ആ ഡെത്ത് നോട്ടിൽ ആ വ്യക്തി ഇവിടെ വരണമെന്നും ബസ് ഹൈജാക്ക് ചെയ്യണമെന്നും എന്തെങ്കിലും കണ്ട് ഭയക്കണമെന്നും ആ ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങി ഒരു കാറടിച്ചു മരിക്കണമെന്നും ലൈറ്റ് അവൻ്റെ ഡെത്ത് നോട്ടിൽ എഴുതിയിരുന്നു. അതുപ്രകാരമാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത്. ഒരാളെ കണ്ട് ഭയപ്പെടണമെന്ന് എഴുതിയത് കൊണ്ട് തന്നെയാണ് ആ ഒരു ഡെത്ത് നോട്ടിലെ പേപ്പറിട്ട് റിയൂക്കിനെ അവനെ കാണിച്ച് ഭയപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ലൈറ്റിൻ്റെ പ്ലാൻ പ്രകാരം എല്ലാ കാര്യങ്ങളും നടക്കുകയാണ്. അങ്ങനെ ലൈറ്റിൻ്റെ എല്ലാ പ്ലാനും നടന്നിട്ടുണ്ട്. ഇനി അടുത്തത് നീയാണ് എന്ന് പറഞ്ഞുകൊണ്ട് FBI ഏജന്റിന്റെ ID കാർഡ് കൈ പിടിച്ചുകൊണ്ട് ഒരു വില്ലൻ ചിരിച്ചിരിക്കുന്ന ലൈറ്റിനെ കാണിക്കുന്നു. ലൈറ്റ് ആ FBI ഏജന്റിനെ കൊല്ലുമോ എന്താണെന്നറിയാൻ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്.